ആധുനിക സാമ്പത്തിക വ്യവസ്ഥയിൽ പ്ലാസ്റ്റിക് മണി അഥവാ ക്രെഡിറ്റ് കാർഡുകൾ നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. ഒരു ചെറിയ ചായക്കട മുതൽ വലിയ വിദേശ യാത്രകൾ വരെ ഇന്ന് ക്രെഡിറ്റ് കാർഡുകളുടെ സഹായത്തോടെ നാം ലളിതമാക്കുന്നു. എന്നാൽ ഈ ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കാനും നികുതി വെട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ട് കേന്ദ്ര ആദായ നികുതി വകുപ്പ് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുള്ള പുതിയ ഇൻകം ടാക്സ് ചട്ടങ്ങൾ ഓരോ ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താവിനും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നായി മാറുകയാണ്. വെറുമൊരു നിബന്ധന എന്നതിലുപരി നമ്മുടെ സാമ്പത്തിക അച്ചടക്കത്തെയും ഇടപാടുകളുടെ സ്വഭാവത്തെയും സ്വാധീനിക്കുന്ന വലിയൊരു മാറ്റത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പുതിയ ചട്ടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പണമിടപാടുകളിലെ കർശനമായ നിരീക്ഷണമാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരാൾ തൻ്റെ ക്രെഡിറ്റ് കാർഡ് ബില്ലായി 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലായോ തുക അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ വിവരം ബാങ്കുകൾ നേരിട്ട് ആദായ നികുതി വകുപ്പിനെ അറിയിക്കും എന്നതാണ് ഇതിലെ പ്രധാന വ്യവസ്ഥ. ഇത് സാധാരണ ഡിജിറ്റൽ ഇടപാടുകളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ പണമായിട്ടാണ് ബിൽ അടയ്ക്കുന്നതെങ്കിൽ ഈ പരിധി 1 ലക്ഷം രൂപ മാത്രമാണ്. അതായത് 1 ലക്ഷം രൂപയിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ബില്ല് പണമായി അടച്ചാൽ നിങ്ങൾ നികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടും. ഇത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ലളിതമായ ഉത്തരം വരുമാനവും ചെലവും തമ്മിലുള്ള പൊരുത്തം കണ്ടെത്തുക എന്നതാണ്. ഒരാൾ തൻ്റെ വാർഷിക വരുമാനമായി കാണിക്കുന്നത് 5 ലക്ഷം രൂപയാണെന്നും എന്നാൽ 10 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കുന്നുണ്ടെന്നും കരുതുക. അത്തരമൊരു സാഹചര്യത്തിൽ ആ അധിക തുക എവിടെ നിന്ന് വന്നു എന്ന് വിശദീകരിക്കാൻ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടേക്കാം. കള്ളപ്പണ നിരോധനത്തിനും അതുപോലെ സമ്പദ് വ്യവസ്ഥയുടെ ഡിജിറ്റൽ വൽക്കരണത്തിനും ഈ നീക്കം വലിയ കരുത്തു പകരും. നികുതി വകുപ്പിന്റെ ഈ പുതിയ നീക്കം നിയന്ത്രണങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ളവയല്ല, മറിച്ച് ഉപഭോക്താക്കൾക്ക് ചില സൗകര്യങ്ങൾ കൂടി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ പാൻ കാർഡിലെ വിവരങ്ങൾ പുതുക്കുമ്പോഴോ വിലാസം തെളിയിക്കുന്ന രേഖകൾ കണ്ടെത്തുക എന്നത് പലപ്പോഴും പ്രയാസകരമായ കാര്യമാണ്. എന്നാൽ പുതിയ ചട്ടപ്രകാരം കഴിഞ്ഞ 3 മാസത്തെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് വിലാസ തെളിവായി സ്വീകരിക്കും. നിങ്ങളുടെ പണമിടപാടുകളുടെയും താമസ സ്ഥലത്തിൻ്റെയും ആധികാരികത ക്രെഡിറ്റ് കാർഡ് രേഖകളിലൂടെ ഉറപ്പാക്കാൻ കഴിയുമെന്ന തിരിച്ചറിവിലാണ് ഈ മാറ്റം. ഇത് KYC നടപടികൾ കൂടുതൽ ലളിതമാക്കാനും വേഗത്തിലാക്കാനും സഹായിക്കും. ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിരതയുടെയും കൃത്യമായ ഇടപാടുകളുടെയും അടയാളമായി ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റുകൾ മാറുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നികുതി സംവിധാനത്തെ പൂർണ്ണമായും ജനസൗഹൃദമാക്കാനുള്ള ശ്രമങ്ങളും ഈ കരട് ചട്ടത്തിലുണ്ട്. നിലവിൽ നികുതി അടയ്ക്കുന്നതിന് നേരിട്ടുള്ള ബാങ്ക് ഇടപാടുകളെയാണ് ഭൂരിഭാഗം ആളുകളും ആശ്രയിക്കുന്നത്. എന്നാൽ പുതിയ പരിഷ്കാരം വരുന്നതോടെ ക്രെഡിറ്റ് കാർഡുകൾ, ഡെബിറ്റ് കാർഡുകൾ, നെറ്റ് ബാങ്കിംഗ് എന്നിവ വഴി നേരിട്ട് ആദായ നികുതി അടയ്ക്കാനുള്ള സൗകര്യം വ്യാപകമാകും. ഇതിലൂടെ സാധാരണക്കാർക്ക് വളരെ വേഗത്തിലും സുരക്ഷിതമായും തങ്ങളുടെ നികുതി ബാധ്യതകൾ തീർക്കാൻ സാധിക്കും. നികുതി അടയ്ക്കുന്ന പ്രക്രിയ ഓൺലൈൻ ഷോപ്പിംഗ് പോലെ ലളിതമാക്കുന്നത് വഴി കൂടുതൽ ആളുകൾ സ്വമേധയാ നികുതി നൽകാൻ തയ്യാറാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള നികുതി പേയ്മെന്റുകൾ കൃത്യമായി ട്രാക്ക് ചെയ്യാനും സർക്കാരിന് എളുപ്പമായിരിക്കും. പല കമ്പനികളും തങ്ങളുടെ ജീവനക്കാർക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡുകൾ നൽകാറുണ്ട്. എന്നാൽ ഇത്തരം കാർഡുകൾ ഉപയോഗിച്ച് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്ന രീതിയും നിലവിലുണ്ട്. പുതിയ നിയമം ഇക്കാര്യത്തിൽ വ്യക്തമായ വേർതിരിവ് ആവശ്യപ്പെടുന്നു. തൊഴിൽദാതാവ് നൽകിയ ക്രെഡിറ്റ് കാർഡ് വഴി നടത്തുന്ന ചെലവുകൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടി വരാം. ഇതിനായി ശരിയായ രേഖകളും സർട്ടിഫിക്കറ്റുകളും കൈവശം വെക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ നടത്തുന്ന ഓരോ ചെലവും ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടാണെങ്കിൽ മാത്രമേ അതിനെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആ തുക ജീവനക്കാരൻ്റെ വരുമാനമായി കണക്കാക്കി അതിന് നികുതി ഈടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഔദ്യോഗിക കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ജീവനക്കാരുടെയും തൊഴിലുടമയുടെയും ഉത്തരവാദിത്തമായിരിക്കും. ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കുന്നു എന്നതാണ് മറ്റൊരു സുപ്രധാനമായ മാറ്റം. ഇത് വലിയൊരു വിഭാഗം ആളുകളെ ഔദ്യോഗിക സാമ്പത്തിക ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഒരാളുടെ സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് പാൻ നമ്പർ. ക്രെഡിറ്റ് കാർഡ് അപേക്ഷകളിൽ പാൻ നിർബന്ധമാക്കുന്നതോടെ ഒരാൾക്ക് എത്ര ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെന്നും ഏതൊക്കെ ബാങ്കുകളുടെ പണം കൈമാറുന്നുണ്ടെന്നും മനസ്സിലാക്കാൻ ആദായ നികുതി വകുപ്പിന് എളുപ്പമാകും. ഇതുവഴി ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തതോ നികുതി വലയ്ക്ക് പുറത്തു നിൽക്കുന്നതോ ആയ വലിയ ഇടപാടുകളെ കണ്ടെത്താൻ സാധിക്കും. ക്രെഡിറ്റ് കാർഡ് എന്നത് വെറുമൊരു ആഡംബരമല്ല, മറിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു സാമ്പത്തിക ഇടപാടാണെന്ന് ഈ നിയമം ഓർമ്മിപ്പിക്കുന്നു. നികുതി വകുപ്പിന്റെ ഈ പുതിയ നീക്കങ്ങൾ സാധാരണക്കാരായ ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കളെ ഭയപ്പെടുത്തേണ്ട ഒന്നല്ല, മറിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ കൃത്യതയും സുതാര്യതയും പുലർത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ വരുമാനത്തിന് അനുസൃതമായ ചെലവുകൾ മാത്രം ക്രെഡിറ്റ് കാർഡ് വഴി നടത്തുകയും
കൃത്യസമയത്ത് ബില്ലുകൾ അടയ്ക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം നിരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. കാരണം സുരക്ഷിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ നിക്ഷേപങ്ങൾക്കും വായ്പകൾക്കും നിങ്ങൾ കൂടുതൽ പരിഗണന ലഭിക്കാൻ ഇത് സഹായിക്കും. ഏപ്രിൽ 1 മുതൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ കൃത്യമായി രേഖപ്പെടുത്താനും അനാവശ്യമായ ഉയർന്ന മൂല്യമുള്ള ഇടപാടുകളിൽ ജാഗ്രത പാലിക്കാനും ശ്രദ്ധിക്കുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.